ഫണ്ടമെന്റൽ തിയറം ഫോർ ലീനിയർ സിസ്റ്റം. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ദാറ്റ് ഈസ് we are going to define a fundamental theorem for linear system. Before defining it, consistent എന്ന് പറഞ്ഞാൽ ഇത്രയും മീനിങ് ഉള്ളൂ. A system or system means linear system is consistent means it has സൊല്യൂഷൻ എന്നുള്ള മീനിങ് ആണ്. അതായത് ഒരു ലീനിയർ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ദ ലീനിയർ സിസ്റ്റം ഹാസ് സൊല്യൂഷൻ എന്നുള്ള മീനിങ് ആണ്. എ ലീനിയർ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ് മീൻസ് ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. അത്രയേ ഉള്ളൂ. കൺസിസ്റ്റന്റ് ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് കൺസിസ്റ്റൻസി ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. അപ്പോൾ ലീനിയർ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് മീൻസ് ദ ലീനിയർ സിസ്റ്റം ഹാസ് solution. Okay. ഇനി തിയറം ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യുന്നത്, എ ലീനിയർ സിസ്റ്റം AX equal to B has solution or is consistent. AX equal to B is consistent means AX equal to the linear system AX equal to B has solution ennulla meaning ആണ്. Is consistent if and only if rank of A equal to rank of A tilde, where A is the coefficient matrix and A tilde is the augmented matrix. Simple ആയി പറഞ്ഞാൽ, we are given with a linear system of m equations in n unknowns, a11 x1 plus a12 x2 etc, a1n xn equal to b1 like that. Then that system has solution if rank of a equal to rank of a tilde. A tilde എന്ന് പറയുന്നത് x equal to b ലെ a together with b, അതായത് കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഒരു എക്സ്ട്രാ കോളം ആയിട്ട് എന്ത് b ആഡ് ചെയ്താൽ അതെന്തായി ഓഗ്മെന്റഡ് മെട്രിക്സ് ആയി. അതാണ് എ ടിൽഡ. അതിന്റെ റാങ്കും കോഎഫിഷ്യന്റ് മെട്രിക്സ് ആയിട്ട് എയുടെ റാങ്കും സെയിം ആയാൽ നമുക്ക് എന്ത് പറയാം? ദ സിസ്റ്റം ഹാസ് സൊല്യൂഷൻ. ജസ്റ്റ് സിസ്റ്റം ഹാസ് സൊല്യൂഷൻ ഓർ ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് എന്ന് പറയാം. അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിലും അതെങ്ങനെയുള്ള സൊല്യൂഷൻ ആണെന്നൊന്നും നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് പറയാൻ പറ്റില്ല. കാരണം solution can be unique or it can be infinite. The system can have infinitely many solution. അങ്ങനെയൊക്കെ കേസ് ഉണ്ട്. പക്ഷെ ജസ്റ്റ് കൺസിസ്റ്റന്റ് ആണ്, സൊല്യൂഷൻ ആണെന്ന് പറയാൻ എന്ത് മതി? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ടിൽഡയും സെയിം ആയാൽ മതി. റാങ്ക് ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സും സെയിം ആയാൽ മതി. ഇനി പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവും? ചെക്ക് വെദർ ദ ഫോളോയിങ് സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ഓർ നോട്ട്. അപ്പോൾ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? കൺസിസ്റ്റന്റ് ആണോ ചെക്ക്. കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്താൽ എന്തായിരിക്കും? കൺസിസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നല്ലേ. അപ്പോൾ നമ്മളോട് ചെക്ക് വെദർ ദ ഫോളോയിങ് സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ടിൽഡയും ഈക്വൽ ആണെന്ന് പറയണം. അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. റാങ്ക് ഓഫ് എ കാണോ, അതിനുശേഷം റാങ്ക് ഓഫ് എ ടിൽഡ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഓഗ്മെന്റഡ് മെട്രിക്സ് ഫസ്റ്റ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓഗ്മെന്റഡ് മെട്രിക്സിനെ എക്ലൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും? ഓഗ്മെന്റഡ് മെട്രിക്സ് എക്ലൻ ഫോമിലേക്ക് ആകുമ്പോൾ കോഎഫിഷ്യന്റ് മെട്രിക്സും എക്ലൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ആ ഒറ്റൊരു മെട്രിക്സ് തന്നെ എന്ത് ഐഡന്റിഫൈ ചെയ്യാം? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ടിൽഡയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക. അതായത് ആ ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് അതിന്റെ ഒരു സബായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സപ്പോസ് വി ഹാവ് എ ലീനിയർ സിസ്റ്റം ഓഫ് എം ഇക്വേഷൻസ് ഇൻ എൻ അൺനോൺസ് ആൻഡ് ഇറ്റ്സ് മെട്രിക്സ് ഫോം ഈസ് എക്സ് ഈക്വൽ ടു ബി. ഞാൻ നേരത്തെ പറഞ്ഞു ലീനിയർ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ. എ ടിൽഡ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? എ ടിൽഡ ഈസ് എ മെട്രിക്സ് എ വിത്ത് ബി. എ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ കൂടെ ബിയുടെ കോളം ആഡ് ചെയ്താൽ എന്തായത്?
ഓഗ്മെന്റഡ് മെട്രിക്സ് ആയി, എ ടിൽഡ ആയി. അപ്പോൾ ലീനിയർ സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യേണ്ട കണ്ടീഷൻ ഫണ്ടമെന്റൽ തിയറം ഓഫ് ലീനിയർ സിസ്റ്റം പ്രകാരം എന്താ? ദ സിസ്റ്റം, അതിന് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ദ ലീനിയർ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് or has solution. കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ if rank of A, സിമ്പിൾ ആയിട്ട് ഇത് R of A എഴുതാം, equal to rank of A tilde. That is, ലീനിയർ സിസ്റ്റം കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. ഇനി നേരെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താ? ദ ലീനിയർ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. ഇൻകൺസിസ്റ്റന്റ് ആവേണ്ട കണ്ടീഷൻ എന്താ? ഈക്വൽ ആണെങ്കിൽ കൺസിസ്റ്റന്റ്, അപ്പോ അൺഈക്വൽ ആയി എന്താവും? അത് ഇൻകൺസിസ്റ്റന്റ് ആവും. ദ ലീനിയർ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ് if rank of A not equal to rank of A tilde. അപ്പോൾ ലീനിയർ സിസ്റ്റം കൺസിസ്റ്റന്റ് ആവേണ്ട കണ്ടീഷനാണ് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ടിൽഡയും ഈക്വൽ ആവുന്നത്. ഇനി കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്തായിരിക്കും? they will not be equal. R of A not equal to R of A tilde. R of means rank of A not equal to. ഇനി കൺസിസ്റ്റന്റ് ആണ് or the system has solution എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ആ സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് ഒന്നും പറയാൻ പറ്റില്ല. സൊല്യൂഷൻ എങ്ങനെയുള്ള സൊല്യൂഷൻ ആണെന്നൊന്നും ഇത് വെച്ച് പറയാൻ പറ്റില്ല. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ടിൽഡയും ഈക്വൽ ആയാൽ we can say that the system is consistent or the system has solution. ഇനി ആ സൊല്യൂഷന്റെ പ്രോപ്പർട്ടി കൂടി പറയണമെങ്കിൽ, ആ സൊല്യൂഷന്റെ നാച്ചർ കൂടി, പ്രോപ്പർട്ടി അല്ല നാച്ചർ കൂടി പറയണമെങ്കിൽ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ കണ്ടീഷൻ കൂടി മതി. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ടിൽഡയും ഈക്വൽ ആണ്. ഇനി റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ ആണ്. അത് ഓൾറെഡി ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ. ഇങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു എൻ മീൻസ് നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ ആണെങ്കിൽ the system is consistent plus the solution is unique. The solution is unique. സിസ്റ്റം കൺസിസ്റ്റന്റ് ആകുമ്പോൾ എന്തായി? ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ, എന്ത്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ, അത് ഇവിടെ വന്നു. പിന്നെ അതെന്താണ്? അത് എന്നിന് ഈക്വൽ. എൻ മീൻസ് നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ ആണെങ്കിൽ ദ സൊല്യൂഷൻ ഈസ് യൂണീക്ക്. അപ്പോൾ അടുത്ത കേസ് എന്തായിരിക്കും? റാങ്ക് ഓഫ് എ equal to rank of A tilde ആണ്, since it is consistent. But if it is less than n, that is if it is less than the number of unknowns, then it has infinitely many solutions, or the system has infinitely many solutions. ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിസൾട്ട് ആണ് ഇത്. പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരും. അതായത് ലീനിയർ സിസ്റ്റം നിങ്ങൾക്ക് അപ്പോൾ 3 കണ്ടീഷൻസ് ആയി. First one, a linear system is consistent if rank of A equal to rank of A tilde. അപ്പോൾ ഇനിയിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയണം? നമ്മൾ ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ വരിക? സൊല്യൂഷൻ ഉണ്ടെങ്കിലുള്ള കണ്ടീഷൻ റാങ്ക് ഓഫ് എ ഈക്വൽ ടു, അതായത് യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ എന്താ കണ്ടീഷൻ? യുണീക്ക് സൊല്യൂഷൻ മീൻസ് rank of A equal to rank of A tilde equal to n. Next, infinitely many solution. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ വിച്ച് ഈസ് ലെസ് ദാൻ n. ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും, അത് ഇതിനേക്കാളും എന്നിനേക്കാളും ചെറുതായിരിക്കും. നെക്സ്റ്റ്, നോ സൊല്യൂഷൻ ഈഫ് റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ. ഇത് നല്ലപോലെ മനസ്സിലാക്കണമെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. യൂണീക് സൊല്യൂഷൻ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ ഈക്വൽ ടു n. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ വിച്ച് ഈസ് ലെസ് ദാൻ n. ആൻഡ് the system has no solution if rank of A not equal to rank of A tilde. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ചെയ്യേണ്ടത് ഓഗ്മെന്റഡ് മെട്രിക്സ് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ എക്കലൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക. ഓഗ്മെന്റഡ് മെട്രിക്സ് എക്കലൻ ഫോമിലെത്തുമ്പോൾ എന്താ? ഓട്ടോമാറ്റിക്കായി എയും എക്കലൻ ഫോമിലെത്തും. പിന്നെ എന്ത് ചെയ്യാം?
രണ്ടിൻ്റെ റാങ്ക് നമുക്ക് നോക്കാൻ പറ്റും. ഇനി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. check the consistency of check whether the following linear system is consistent or not. Check the following linear system is consistent or not. Linear system തന്നിട്ടുണ്ട്, അത് കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്ന് പറയണം. x plus 2y minus z equal to 3, 3x minus y plus 2z equal to 1. Next one, 2x minus 2y plus 3z equal to 2, x minus y plus z equal to minus 1. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി അതിനെന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക. ഫസ്റ്റ് റൈറ്റ് ദ ഓഗ്മെന്റഡ് മെട്രിക്സ്. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ത് വരും? 1 2 minus 1 3, 3 minus 1 2 1, 2 minus 2 3 2, 1 minus 1 1 minus 1. ഇതിനെ എക്ലൻ ഫോമിലേക്ക് റിഡ്യൂസ് ചെയ്യുക. എക്ലൻ ഫോമിലേക്ക് റിഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചതാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു റോനെ ഓപ്പറേഷൻസ്, എലമെന്ററി റോ ഓപ്പറേഷൻ വെച്ച് എക്ലൻ ഫോമിലേക്ക് റിഡ്യൂസ് ചെയ്യുക. അപ്പോൾ R2 എന്ത് ചെയ്യണം? R2 minus 3R1, R3 minus 2R1 and R4 as R4 minus R1. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് വരും? 1 2 minus 1 3, നെക്സ്റ്റ് 0 ഇങ്ങനെയാണ് വരിക. 0 minus 7 5 minus 8, നെക്സ്റ്റ് 0 minus 6 5 minus 4, നെക്സ്റ്റ് 0 minus 3 2 minus 4. അഗെയിൻ എന്ത് ചെയ്യണം? അടുത്ത എലിമെന്ററി ഓപ്പറേഷൻസിന് ശേഷം അതെന്ത് വരും? വിച്ച് ഈസ് ഇക്വാലന്റ് ടു എന്താ മെട്രിക്സ് ഇക്വാലന്റ് വരിക? R3നെയും R4നെയും ചേഞ്ച് ചെയ്യണം. R3 ആസ് 7R3 minus 6R2 ചെയ്യുക. ആൻഡ് R4 ആസ് 7R4 minus 3R2 ചെയ്യുക. അപ്പോൾ എന്ത് വരും? 1 2 minus 1 3, 0 minus 7 5 minus 8, 0 0 5 20, 0 0 minus 1 minus 4. ഇതൊക്കെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്താൽ കിട്ടുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇക്വാലന്റ് ടു R4നെ എന്ത് ചെയ്യാം? R4നെ R4 into 5 or 5R4 plus R3 ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 2 minus 1 3, 0 minus 7 5 minus 8, 0 0 5 20 and last one complete 0. ഇനി ഈ മെട്രിക്സിന് എന്ത് ചെയ്താൽ മതി? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഏതാ? ഈ ഒരു മെട്രിക്സ് ആണ്. ഇത്രയും വരുന്ന പോർഷൻസ് ആണ്. അതിന്റെ റാങ്ക് എന്താ വരിക? റാങ്ക് ഓഫ് എ ഈക്വൽ ടു ക്ലിയർലി ഇറ്റ് ഈസ് 3. റാങ്ക് ഓഫ് എ ടിൽഡ എന്ത് വരും? എ ടിൽഡ എന്ന് പറയുന്നത് ഏത് പോർഷൻ ആണ്? എ ടിൽഡ എന്ന് പറയുന്നത് ഈ എയുടെ കൂടെ, അതായത് ഈ കംപ്ലീറ്റ് മെട്രിക്സും ആണ് എ ടിൽഡ. അതിന്റെ റാങ്ക് എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 3. therefore റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ടിൽഡ മീൻസ് the system is consistent, or system consistent means it has solution. Question 3 lu check whether the following system is consistent or not. Therefore the given system is consistent. അപ്പോൾ ചെയ്തത് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി. ഓഗ്മെന്റഡ് മെട്രിക്സിനെ എക്ലൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തു. എക്ലൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് എയുടെ റാങ്ക് കിട്ടി, എ ടിൽഡയുടെ റാങ്ക് കിട്ടി. അത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സിൻസ് rank of A equal to rank of A tilde, it is consistent. If not,